സോ ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് 1500 രൂപ ബഡ്ജറ്റിൽ പ്രീമിയം സൗണ്ട് ക്വാളിറ്റിയോടൊപ്പം അടിപൊളി ഫീച്ചേഴ്സിൽ വരുന്ന ബോട്ടിന്റെ നിർവ്വാണ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇയർബഡ്സിന്റെ ലുക്ക് ആൻഡ് ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇയർബഡ്സിന്റെ കേസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. കേസ് കാണുന്ന സമയത്ത് നല്ലൊരു ബൾക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ കയ്യിലെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ കേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇയർബഡ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള മാറ്റ് വിത്ത് ഗ്ലോസി പ്ലാസ്റ്റിക് ഡിസൈനിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇയർബഡ്സ് കാണുന്ന സമയത്ത് ബൾക്കി ആയിട്ട് തോന്നുമെങ്കിലും ഇയർബഡ്സ് നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് നല്ല ലൈറ്റ് വെയിറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ബഡ്സ് ആയാലും ഇയർബഡ്സ് ആയാലും നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള ഡിസൈനിലാണ്, അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഇയർബഡ്സിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് വൈസ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. 10 മില്ലിമീറ്റേഴ്സിന്റെ ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റിയോടൊപ്പം ഹൈഫൈ DSP5 ടെക്നോളജി വിത്ത് ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ക്വാളിറ്റി ഇതിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഹൈ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡ്സ് തന്നെയാണത്. അതുപോലെ തന്നെ വോക്കൽസ് ആയാലും അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ സെപ്പറേഷൻ ആയാലും അത്യാവശ്യം നല്ലപോലെയാണ് ഇതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഇതിനകത്ത് ബേസ് ആണ് ബൂസ്റ്റഡ് ആയിട്ടുള്ളത്. സോ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു ഇയർബഡ്സും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കോളിംഗ് ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ENX ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന 4 മൈക്രോഫോൺസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിൽ ലഭിക്കുന്നത്. മൈക്രോഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിസീവറിന് അത്യാവശ്യം നല്ലപോലെയാണ് ഒപ്റ്റിമൈസ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റെഡ്യൂസ്ഡ് ആയിട്ടുള്ള നോയ്സിലാണ് ഈ ഒരു ഇയർബഡ്സിനകത്ത് കേൾക്കാൻ പറ്റുന്നത്. ഓവറോൾ ഒരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കോളിംഗ് ക്വാളിറ്റിയോടെ ലഭിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫുൾ ആയിട്ടും ഈ ഇയർബഡ്സിനകത്ത് ടച്ച് കൺട്രോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് കണക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ നല്ലൊരു സെൻസേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചറും ഈ ഒരു ഇയർബഡ്സിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ടച്ച് കൺട്രോൾ പാനൽസിന്റെ സെൻസേഴ്സ് ആയാലും ഇന്നിയർ ഡിറ്റക്ഷൻ ആയാലും നല്ലപോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഇയർബഡ്സിന്റെ മറ്റ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടി ബ്ലൂടൂത്ത് 5.2 വെർഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 60 ms ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് ഉണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുപോലെ IPX4 വാട്ടർ റെസിസ്റ്റന്റും Type-C ചാർജിങ്ങിനോടൊപ്പം ബോട്ടിന്റെ ആപ്ലിക്കേഷനും ഈ ഒരു ഇയർബഡ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇയർബഡ്സിന്റെയും കേസിന്റെയും ബാറ്ററി ബാക്കപ്പ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബ്രാൻഡ് പറയുന്ന അനുസരിച്ച് 120 ഹവേഴ്സിന്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈമിനോടൊപ്പം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇയർബഡ്സിന്റെ കേസ് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്റെ ഒരു യൂസ് അനുസരിച്ച് സിംഗിൾ ചാർജിലൂടെ 4 to 5 ഹവേഴ്സ് മാക്സിമം നമുക്ക് ഈ ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വിത്ത് കേസിലൂടെ ഫുൾ ചാർജിങ്ങിലൂടെ നമുക്ക് ഏകദേശം ഒരു 1 ഡേ അതല്ലെങ്കിൽ 24 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ബാറ്ററി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നോർമൽ യൂസിലൂടെ നമുക്ക് അപ് ടു 4 to 5 ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി നമ്മുടെ ഇയർബഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. മെയിൻ ആയിട്ടും ഈ ഇയർബഡ്സ് ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ഡീസന്റ് ആയിട്ടുള്ള മൈക്രോഫോണും നല്ലൊരു ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം നല്ല പ്രീമിയം ഡിസൈൻ വൈ തോന്നുന്ന ഒരു ഡിസൈനിലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഈ ഒരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഇയർബഡ്സ് വന്നിട്ടുള്ളത്. സോ ഫൈനലി അതൊക്കെയാണ് ബോട്ട് നിർവ്വാണ ആയോൺ TWS ഇയർബഡ്സിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.